നമസ്കാരം. ജില്ലാ വാർത്തകൾ. മനുഷ്യാവയവങ്ങളെ കാർന്നു തിന്നുന്ന അതിമാരകമായ രോഗമാണ് ക്യാൻസർ. അതേസമയം നേരത്തെ കണ്ടെത്തുകയും ചികിത്സിക്കുകയും ചെയ്താൽ പൂർണ്ണമായും ഈ രോഗത്തെ നിയന്ത്രണ വിധേയമാക്കാം. ക്യാൻസർ രോഗത്തെ നേരത്തെ കണ്ടെത്തുന്നതിന് കോഴിക്കോട് കോർപ്പറേഷനിലെ കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതിയാണ് ജീവനം. ജീവനം 2ാം ഘട്ടത്തിന്റെ മെഗാ ക്യാമ്പ് ടാഗോർ ഹാളിൽ നടന്നു. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്കു ശേഷം. ഷീല ദീക്ഷിതിനെ കേരള ഗവർണറായി നിയമിക്കാൻ തിടുക്കം കാണിക്കുന്നത് അഴിമതി കേസുകളിൽ നിന്നും സംരക്ഷിക്കാനാണെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള. മലയോര ജനതയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് യാതൊരു ആശങ്കയും വേണ്ടെന്ന് കെപിസിസി പ്രസിഡന്റ് വി എം സുധീരൻ. പ്രശ്നത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയെന്നും സുധീരൻ. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെതിരെ പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതിയുടെ കളക്ടറേറ്റ് ഉപവാസം അവസാനിപ്പിച്ചു. തീരുമാനം തിരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തെ തുടർന്ന്. വാർത്തകൾ വിശദമായി. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾ പിൻവലിച്ച് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്നാവശ്യപ്പെട്ട് പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 8 ദിവസമായി നടത്തിവന്നിരുന്ന നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ചു. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ച് തീയതി നിശ്ചയിച്ച സാഹചര്യത്തിലാണ് സമരം അവസാനിപ്പിച്ചത്. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ച് തീയതി നിശ്ചയിച്ച സാഹചര്യത്തിലാണ് നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ചത്. നിരവധി ജനങ്ങളുടെയും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ ആത്മീയ രംഗങ്ങളിലെ പ്രമുഖരും സമരപന്തൽ സന്ദർശിക്കുകയും സമര പോരാളികൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. നേരത്തെ നിരാഹാരമിരുന്ന 5 സമരഭടന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതിനെ തുടർന്ന് പുതിയ 5 പേരായിരുന്നു നിരാഹാരം അനുഷ്ഠിച്ചിരുന്നത്. ഹരിത എംഎൽഎമാരുടെയും എംപിമാരായ എം കെ രാഘവന്റെയും ഷാനവാസിന്റെയും ശവമഞ്ചമൊരുക്കിയായിരുന്നു 8ാം ദിനം സമരപരിപാടികൾ ആരംഭിച്ചത്. ജനദ്രോഹ നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും മുദ്രാവാക്യം വിളിച്ചും ശവമഞ്ചത്തിനു ചുറ്റും മെഴുകുതിരി കത്തിച്ചും ചെരുപ്പുമാലയണിയിച്ചും പ്രവർത്തകർ ജനപ്രതിനിധികളോടുള്ള എതിർപ്പ് അറിയിച്ചു. അതിനിടെ സമരപന്തൽ സന്ദർശിച്ച് സമരപോരാളികളെ കാണാനെത്തിയ ഡിസിസി പ്രസിഡന്റ് കെ സി അബുവിനെ പ്രവർത്തകർ കൂക്കി വിളിച്ചു. പ്രവർത്തകരോട് സംസാരിക്കവെ കെ സി അബുവിനെ ചീത്ത വിളിച്ചും മറ്റും പ്രവർത്തകർ ആക്ഷേപിച്ചു. പ്രതിഷേധം ഭയന്ന് കെ സി അബു സമരരംഗം വിട്ടിരുന്നു. മലയോര ജനതയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചെന്നും കർഷകർക്ക് ഇക്കാര്യത്തിൽ യാതൊരുവിധ ആശങ്കയും വേണ്ടെന്നും കെപിസിസി പ്രസിഡന്റ് വി എം സുധീരൻ. മലയോര ജനതയ്ക്ക് ഇനിയും എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അതും പരിഹരിക്കും. UDF-ൽ ഇപ്പോൾ മഴ പെയ്തു തോർന്നിട്ടും മരം പെയ്യുന്ന അവസ്ഥയാണ്. ഘടകകക്ഷികളുടെ എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്ത് രമ്യമായി പരിഹരിക്കുമെന്നും വി എം സുധീരൻ കോഴിക്കോട്ട് പറഞ്ഞു. നമുക്കറിയാം, ചിലപ്പോൾ മഴ തീർന്നാലും മരം പെയ്യും എന്ന് പറയുന്നത് പോലെ കുറച്ച് വികാര പ്രശ്നങ്ങളൊക്കെ വന്നേക്കാം. പക്ഷേ കാര്യങ്ങൾ കൃത്യമായി അവർക്കും ബോധ്യമാകും. കാരണം കേരള ഗവൺമെന്റിന്റെയും കേരളത്തിലെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി നേതൃത്വത്തിന്റെയും ശ്രമങ്ങൾ വളരെ ആത്മാർത്ഥതയോടുകൂടിയാണെന്ന് കൃത്യമായി എല്ലാവർക്കും ബോധ്യപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഷീല ദീക്ഷിതിനെ കേരള ഗവർണറായി നിയമിക്കാൻ തിടുക്കം കാണിക്കുന്നത് അഴിമതി കേസിൽ നടക്കുന്ന നടപടിക്രമങ്ങളിൽ നിന്നും അവരെ ഒഴിവാക്കുന്നതിനായുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള. ഷീല ദീക്ഷിതിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ കോൺഗ്രസ് പോലും നിഷേധിക്കാത്ത കാര്യമാണ്. ആരോപണങ്ങൾ തെളിയിക്കപ്പെടാൻ പോകുന്ന സാഹചര്യത്തിൽ ഗവർണർ പട്ടം നൽകുന്നത് ഷീല ദീക്ഷിതിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നും അദ്ദേഹം ആരോപിച്ചു. വഴിവിളക്ക് സ്ഥാപിക്കുന്നതിന് ബന്ധപ്പെട്ട 31 കോടി ഇടങ്ങൾ നടന്നുമാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ രാജ്യം കണ്ട ഏറ്റവും അധാർമികമായ സാധാരണക്കാരന്റെ വഴിവിളക്ക് കൊടുക്കുന്ന കാര്യത്തിലുള്ള അഴിമതി പോലും, അത്തരം അഴിമതികളെ സംബന്ധിച്ച് ജുഡീഷ്യൽ കമ്മീഷന്റെ ശുപാർശ, CAG-യുടെ റിപ്പോർട്ട്, ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ്
സാമൂഹ്യനീതി യാഥാർത്ഥ്യമാക്കാൻ പിന്നോക്ക സമുദായ ഐക്യം വേണമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ INL-ന്റെ ആഭിമുഖ്യത്തിൽ അരയടത്തുപാലത്ത് നടന്ന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. INL ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. INL സംസ്ഥാന കമ്മിറ്റി നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പിന്നോക്ക ന്യൂനപക്ഷ രാഷ്ട്രീയ സമ്മേളനം INL ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു. INL സംസ്ഥാന പ്രസിഡന്റ് SA പുതിയവളപ്പിൽ അധ്യക്ഷം വഹിച്ച സമ്മേളനത്തിൽ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുഖ്യപ്രഭാഷണം നടത്തി. രാജ്യത്തെ 75% വരുന്ന പിന്നാക്കക്കാരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഇവിടെ ആരുമില്ലെന്നും ഇതിന് മാറ്റമുണ്ടാക്കാൻ പിന്നാക്ക ന്യൂനപക്ഷ ഐക്യം ആവശ്യമാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. സാമൂഹിക നീതി പ്രാവർത്തികമാക്കാൻ പ്രതിജ്ഞാബദ്ധമായ ആരുമായും ഐക്യപ്പെടാൻ തയ്യാറാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷത്തിന്റെ ഒരു ആധിപത്യമല്ലേ? അതും സാമൂഹ്യ നീതിക്ക് അധിഷ്ഠിതമായിട്ടായിരിക്കട്ടെ. എല്ലാവരും വാചാലമായി പറയും സാമൂഹ്യ നീതി. ശരിയാണ്. ഈ സാമൂഹ്യ നീതിയുടെ ആര് നടപ്പിലാക്കുന്നുണ്ട്? യാക്കോബ് പ്രഥമൻ, MES അഖിലേന്ത്യാ പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ, O അബ്ദുൽ റഹ്മാൻ, INL അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അഹമ്മദ് ദേവർകോവിൽ, ദേശീയ സെക്രട്ടറി AP അബ്ദുൽ വഹാബ്, DK ബാബു, സർദാർ ദയാസിംഗ്, നാഗുരാജ, PC കുരിൽ, അഷ്റഫ് കൂട്ടിക്കട, B ഹംസ ഹാജി, KP ഇസ്മായിൽ, അജിത് കുമാർ ആസാദ്, സുബൈർ പടുപ്പ് എന്നിവർ സംബന്ധിച്ചു. കുടുംബശ്രീ കോഴിക്കോട് കോർപ്പറേഷൻ ജീവനം 2ാം ഘട്ട മെഗാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കോഴിക്കോട് ടാഗോർ ഹാളിൽ നടന്ന ക്യാമ്പ് കോർപ്പറേഷൻ മേയർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കോർപ്പറേഷൻ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഏക് സാത്ത് പരിശീലന കേന്ദ്രത്തിന്റെ മേൽനോട്ടത്തിൽ നടന്നുവരുന്ന സമഗ്ര ക്യാൻസർ നിയന്ത്രണ പരിപാടിയായ ജീവനം 2ാം ഘട്ടത്തിന്റെ മെഗാ ക്യാമ്പ് ടാഗോർ ഹാളിൽ വെച്ച് നടന്നു. ജീവനം പദ്ധതിയുടെ ഭാഗമായി കോർപ്പറേഷനിലെ BPL കുടുംബങ്ങളിൽ നടത്തിയ സർവേയിൽ പ്രാഥമിക രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയവർക്കുള്ള ഫിൽട്ടർ ക്യാമ്പുകൾ നടത്തി. ആ ക്യാമ്പിൽ നിന്നും വിദഗ്ധ പരിശോധനകൾക്കായി നിർദ്ദേശിക്കപ്പെട്ടവർക്കാണ് മെഗാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം കോർപ്പറേഷൻ മേയർ AK പ്രേമജം നിർവഹിച്ചു. രോഗം വരാതിരിക്കാൻ നോക്കുക എന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ രോഗം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മരുന്നുകളുടെ വില തീ ആളിക്കത്തുന്ന പോലെ ദിവസം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റ് സാധനങ്ങളുടെ വിലയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷേ അവശ്യ സാധനമായ മരുന്നുകളുടെ വില സീമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പാവപ്പെട്ടവൻ എങ്ങനെ ചികിത്സിക്കുമെന്ന ചോദ്യമാണ് നമ്മളുടെ മുന്നിലുള്ളത്. അത്തരം ഒരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഈ കാരുണ്യ സ്പർശത്തിന്റെ കൈകളുമായി നമ്മൾ മുന്നേറുന്നത്. പരിപാടിയിൽ ഡെപ്യൂട്ടി മേയർ PT അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. M രാധാകൃഷ്ണൻ മാസ്റ്റർ, KK മുഹമ്മദ് ഫൈസൽ, PP ഷീജ വിനോദ്, K ബീന, OV സന്ദീപ്, BK ബൽരാജ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. കോഴിക്കോട് ബീച്ചിലെ കടല വിൽപ്പനക്കാരൻ തിരൂർ പാൻ ബസാർ മുണ്ടക്കാട്ട് ആലിക്കുട്ടി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതി പോലീസ് പിടിയിലായി. മഞ്ചേരി സ്വദേശി തേനിയിൽ അഷ്റഫാണ് പിടിയിലായത്. ആലിക്കുട്ടിയെ ഏൽപ്പിച്ചിരുന്ന ഉന്തുവണ്ടി തിരിച്ചു നൽകാതിരുന്നതിനാലാണ് പ്രതി കൊലപാതകം ആസൂത്രണം ചെയ്തതെന്നും പോലീസ് പറഞ്ഞു. കഴിഞ്ഞ 28-നാണ് കോഴിക്കോട് ബീച്ചിൽ കടല വിൽപ്പനക്കാരനായിരുന്ന തിരൂർ പാൻ ബസാർ മുണ്ടക്കാട്ട് ആലിക്കുട്ടിയെ സൌത്ത് ബീച്ചിലെ കൊപ്രക്കളത്തിന് സമീപം കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ആലിക്കുട്ടിക്ക് സുഹൃത്തുക്കളില്ലായിരുന്നെന്ന ബീച്ചിലെ മറ്റു കച്ചവടക്കാരുടെ മൊഴി പോലീസിനെ ആദ്യം കുഴക്കി. എന്നാൽ വിശദമായ അന്വേഷണത്തിൽ മഞ്ചേരി വാഴപ്പറപ്പടി തേനീൽ ഹൌസിൽ അഷ്റഫുമായി ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നതായി കണ്ടെത്തി. അഷ്റഫ് 2 വർഷം മുമ്പ് ആലിക്കുട്ടിയെ ഉന്തുവണ്ടി കടല വിൽപ്പനക്കായി ഏൽപ്പിച്ചിരുന്നു. ഇത് തിരിച്ചു നൽകാൻ ആലിക്കുട്ടി തയ്യാറാവാത്തതാണ് കൊലപാതകത്തിലേക്ക് എത്തിച്ചതെന്ന് പോലീസ് പറഞ്ഞു. അലിക്കുട്ടിയുടെ ഉന്തുവണ്ടി കടല വിൽക്കാൻ വേണ്ടി അഷ്റഫിനെ ഏൽപ്പിച്ചിരുന്നു. അഷ്റഫ് അത് അലിക്കുട്ടി തിരിച്ചു ചോദിച്ചിട്ട് കൊടുത്തില്ല. അപ്പം നിർബന്ധമായിട്ട് അത് തിരിച്ചു തരണം എന്ന് താക്കീത് നൽകി എന്നാണ് പറയുന്നത്. 2 ദിവസത്തിൽ തിരിച്ചു വാങ്ങിക്കുമെന്ന് പറഞ്ഞു. അപ്പം അതിലുള്ള ഒരു പ്രതിഷേധമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. സൌത്ത് ബീച്ചിൽ വാടകയ്ക്ക് മുറിയെടുത്ത് തനിച്ചായിരുന്നു ആലിക്കുട്ടിയുടെ താമസം. മദ്യപാന സ്വഭാവമുള്ള ആലിക്കുട്ടിയെ മദ്യം നൽകി മയക്കി കൊലപ്പെടുത്താൻ അഷ്റഫ് പദ്ധതി തയ്യാറാക്കുകയായിരുന്നു. ഇതടിസ്ഥാനത്തിൽ കൃത്യം നടന്ന ദിവസം ആലിക്കുട്ടിയെ സമീപിക്കുകയും നന്നായി മദ്യപിപ്പിക്കുകയും ചെയ്തു. ഇയാൾ അവശനായെന്ന് മനസ്സിലാക്കിയ പ്രതി ആലിക്കുട്ടിയെ തറയിൽ ഉന്തി വീഴ്ത്തി നെഞ്ചിലും മുഖത്തും ഇഷ്ടിക കൊണ്ടിടിക്കുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. സൌത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ AJ ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സിറ്റി ക്രൈം സ്ക്വാഡാണ് കൊലക്കേസിലെ പ്രതിയെ 2 ദിവസം കൊണ്ട് തന്നെ കീഴ്പ്പെടുത്തിയത്. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ജനലക്ഷങ്ങൾ ഏറ്റുവാങ്ങിയ കളഭച്ചാർത്ത് സ്ത്രീകൾക്കായി ഒരുക്കുന്നു ഒരു സുവർണാവസരം. കളഭച്ചാർത്തിൽ പങ്കാളികളായിക്കൊണ്ട് പ്രതിമാസം 12,000 രൂപ വരെ വരുമാനം. വിശദവിവരങ്ങൾക്ക് വിളിക്കുക 0491 2576 537. ഓരോ വീട്ടിലും
ഇനി കളഭച്ചാർത്തിന്റെ പവിത്രത നിറയട്ടെ. ചേച്ചി റെഡി? എങ്ങനെ നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂലറി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ. ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂൾ അല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി ഹായ്. 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 ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. മൈൻഡ് ഡയമണ്ട്സ് ഫ്രം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. രാത്രിയിൽ കുടുംബത്തോടൊപ്പം സ്വസ്ഥമായി ഉറങ്ങാനുള്ള അവസ്ഥ സൃഷ്ടിക്കുന്ന ഭരണാധികാരിയെയാണ് വേണ്ടതെന്ന് ഗുജറാത്തിലെ വംശഹത്യയുടെ ജീവിക്കുന്ന ഇര കുത്ബുദ്ദീൻ അൻസാരി. കൊയിലാണ്ടിയിൽ CPIM മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മതേതര സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാത്രിയിൽ കുടുംബത്തോടൊപ്പം സ്വസ്ഥമായി ഉറങ്ങാനുള്ള അവസ്ഥ സൃഷ്ടിക്കുന്ന ഭരണാധികാരിയെയാണ് വേണ്ടതെന്ന് ഗുജറാത്തിലെ വംശഹത്യയുടെ ജീവിക്കുന്ന ഇര കുത്ബുദ്ദീൻ അൻസാരി പറഞ്ഞു. കൊയിലാണ്ടിയിൽ CPIM മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മതേതര സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അൻസാരി. കൊച്ചുകുട്ടികൾക്കടക്കം സന്തോഷമായി ജീവിക്കാൻ കഴിയുന്ന കേരളം പോലുള്ള നാടാണ് തന്റെ സ്വപ്നമെന്നും അൻസാരി പറഞ്ഞു. ഗുജറാത്ത് സംഭവം കഴിഞ്ഞതിനു ശേഷം 11 കൊല്ലം കഴിഞ്ഞിട്ടും തന്നെ പോലുള്ള സാധാരണക്കാർക്ക് ഒരു പുരോഗതിയും നൽകാത്ത നരേന്ദ്രമോദി എന്ത് വികസനമാണ് ഗുജറാത്തിൽ കൊണ്ടുവന്നതെന്ന് അശോക് മോച്ചി ചോദിച്ചു. അന്ന് മോഡിക്കു വേണ്ടി കലാപം നടത്തിയാൽ താൻ ഇപ്പോഴും ദുഃഖിക്കുന്നുവെന്നും അശോക് പറഞ്ഞു. നൂറുകണക്കിന് ആളുകളാണ് കൊയിലാണ്ടിയിൽ മതേതര സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയത്. അൻസാരിയുടെ സുഹൃത്തുക്കളായ സലാഹുദ്ദീൻ അൻസാരി, ഹമീദുള്ള കരീം എന്നിവരും വേദി പങ്കിടാനെത്തി. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ പ്രവർത്തകർ ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. പ്രാഥമിക സഹകരണ സംഘങ്ങൾ പ്രതിമാസ നിക്ഷേപ പദ്ധതികൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിക്ഷേപ തുകയ്ക്ക് തുല്യമായ തുക ജില്ലാ സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കണമെന്ന സർക്കുലർ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടായിരുന്നു സമരം. മുതലക്കുളത്തു നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. പ്രാഥമിക സഹകരണ സംഘങ്ങൾ പ്രതിമാസ നിക്ഷേപ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ ആകെ നിക്ഷേപ തുകയുടെ സമാനമായ തുക ജില്ലാ സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കണമെന്നതാണ് പുതിയ സർക്കുലർ. സഹകരണ രജിസ്ട്രാർ ഈയിടെ പുറത്തിറക്കിയ ഈ സർക്കുലർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU-വിന്റെ നേതൃത്വത്തിൽ ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. മാർച്ച് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. സഹകരണ വകുപ്പിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണോ സർക്കാരിന്റെ പൊതുനയമെന്ന് വ്യക്തമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അത്തരമൊരു സാഹചര്യത്തിൽ എന്തിനാണ് സർക്കാരിന് വേണ്ടി ഒരു രജിസ്ട്രാർ ഇത്തരത്തിലുള്ള ഉത്തരവ് അല്ലെങ്കിൽ സർക്കുലർ പുറപ്പെടുവിച്ചതെന്ന് വ്യക്തമാക്കാൻ ഗവൺമെന്റിന് ബാധ്യതയുണ്ട്. ഇത് ഗവൺമെന്റ് നയമാണോ? കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് V. വിജയൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി M. ബാലകൃഷ്ണൻ, CP. സുലൈമാൻ, ബാബുരാജ്, മജീദ് അമ്പലക്കണ്ടി, N. സത്യൻ, MM. അശോകൻ, AK. മോഹനൻ എന്നിവർ സംസാരിച്ചു. നിയമവും നടപടിയും മാത്രം പോരാ, അഴിമതിയുണ്ടാക്കുന്ന സാഹചര്യം പൂർണ്ണമായും ഒഴിവാക്കുകയാണ് വേണ്ടതെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. KSU സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട്ട് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഴിമതിക്ക് കഴുമരം, ആദർശത്തിന് കൗമാരം എന്ന സന്ദേശവുമായി KSUവിന്റെ ആഭിമുഖ്യത്തിലുള്ള അഴിമതി വിരുദ്ധ ക്യാമ്പയിന് തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് ടൗൺ ഹാളിൽ KPCC പ്രസിഡന്റ് VM സുധീരൻ നിർവഹിച്ചു. നിയമവും നടപടിയും മാത്രം പോരാ, അഴിമതിയുണ്ടാകുന്ന സാഹചര്യം പൂർണ്ണമായും ഒഴിവാക്കുകയാണ് വേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. പൊതുജനം, പ്രത്യേകിച്ച് യുവാക്കളും വിദ്യാർത്ഥികളും അഴിമതിക്കെതിരെ രംഗത്തിറങ്ങണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതുപോലെ തന്നെ പ്രധാനമാണ് നിയമം പോലെ തന്നെ പ്രധാനമാണ് നിയമം നടപ്പിലാക്കൽ. നിയമം നടപ്പിലാക്കുന്നത് പോലെ തന്നെ പരമപ്രധാനമാണ് ഈ കാര്യം സംബന്ധിച്ചിടത്തോളം അഴിമതി ഉണ്ടാകുന്ന സാഹചര്യം പൂർണ്ണമായി ഒഴിവാക്കുക. കൈക്കൂലി വാങ്ങിക്കുന്നവരും കുറ്റക്കാരനാണ്, കൈക്കൂലി കൊടുക്കുന്നവരും കുറ്റക്കാരനാണ്. ഒരു കാരണവശാലും ജീവിതത്തിൽ കൈക്കൂലി കൊടുക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ തയ്യാറാണെങ്കിൽ അതിന്റെ പ്രതികരണം ഉണ്ടാകട്ടെ. അഴിമതിക്കായി, കൈക്കൂലിക്കായി ഉദ്യോഗസ്ഥരോ മറ്റുള്ളവരോ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ
ഒരു നയാ പൈസ ഞങ്ങളുടെ പക്കൽ നിന്നും നിങ്ങൾക്ക് ഇതിനു വേണ്ടി കിട്ടില്ല. ആ ഒരു ഉറച്ച നിലപാട്, അഴിമതിക്കാരെ കണ്ടാൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനുള്ള മനോഭാവം, കുറ്റക്കാരെ കണ്ടാൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനുള്ള മനോഭാവം, അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും അതിന് സ്വയം പാകപ്പെടണം. രാഷ്ട്രീയ പാർട്ടികളിലെ അഴിമതിക്കെതിരെയാണ് KSU സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിലുള്ള ക്യാമ്പയിൻ നടത്തുന്നത്. കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ KSU സംസ്ഥാന പ്രസിഡന്റ് VS ജോയ് അധ്യക്ഷം വഹിച്ചു. KPCC ഭാരവാഹികളായ N സുബ്രഹ്മണ്യൻ, T സിദ്ദിഖ്, PM നിയാസ്, K പ്രവീൺകുമാർ, PM സുരേഷ് ബാബു, അഡ്വക്കേറ്റ് ജയന്ത്, AICC അംഗം PV ഗംഗാധരൻ, DCC പ്രസിഡന്റ് KC അബു, KSU ജില്ലാ പ്രസിഡന്റ് ദുൽഫിക്കർ, യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PP നൌഷീർ എന്നിവർ സംബന്ധിച്ചു. ഈ മാസം 25 വരെയാണ് ക്യാമ്പയിൻ. പ്രവാസി സമൂഹം നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ഉയർത്തി ജില്ലാ പ്രവാസി ലീഗ് നടത്തുന്ന ത്രിദിന സത്യാഗ്രഹവും റിലേ ധർണയും തുടരുകയാണ്. 2ാം ദിവസത്തെ സമരപരിപാടികൾ UDF ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് P ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. നിതാഘാത്തുകാർക്ക് സാമൂഹിക സുരക്ഷ നൽകുക, ഇവർക്കുള്ള പദ്ധതികളിലെ കാലതാമസം ഒഴിവാക്കുക, ഭവന നിർമ്മാണത്തിനും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും പ്രവാസികൾക്കും തിരിച്ചുവന്ന പ്രവാസികൾക്കും പലിശരഹിത വായ്പ ലഭ്യമാക്കുക, മുഴുവൻ പ്രവാസികൾക്കും പ്രായപരിധിയില്ലാതെ പെൻഷൻ അനുവദിക്കുക, ആരോഗ്യ ഇൻഷുറൻസിന്റെ പരിധിയിൽ പ്രവാസി സമൂഹത്തെയും ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രവാസി ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ത്രിദിന സത്യഗ്രഹവും റിലേ ധർണയും നടക്കുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിലെ നോർക്ക ഓഫീസിന് മുന്നിലാണ് സമരം. 2ാം ദിനത്തിലെ സമരപരിപാടികൾ UDF ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് P ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. പ്രവാസികളുടെ ക്ഷേമത്തിനായി ആവശ്യമുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് സർക്കാരിന് സമർപ്പിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാവണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികൾ ഭരണാധികാരികളുടെ മുന്നിൽ സമർപ്പിക്കുകയും ആ പദ്ധതികൾക്ക് അംഗീകാരം നേടിയെടുക്കുകയും ആ പദ്ധതികളിലൂടെ ജനങ്ങളെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ടാകേണ്ടത് അനിവാര്യമാണ്. ഫിലിം ലവേഴ്സ് കൾച്ചറൽ അസോസിയേഷൻ സംഘടിപ്പിച്ച ക്യാമ്പസ് ഫിലിം ഫെസ്റ്റിവലിൽ കഥേതര വിഭാഗത്തിൽ ജില്ലാ വാർത്തകൾ റിപ്പോർട്ടർ നൈനു സുരുമി സംവിധാനം ചെയ്ത തട്ടുകട എന്ന ഡോക്യുമെന്ററി 1ാം സ്ഥാനം നേടി. സ്റ്റാർ ഹോട്ടലുകളുടെ കാലത്ത് തട്ടുകടകൾ നൽകുന്ന ഭക്ഷ്യസുരക്ഷയെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ഡോക്യുമെന്ററി. സെപ്റ്റംബറിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന ഫിൽക്ക അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവ വേദിയിൽ അവാർഡ് വിതരണം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. ഭാരതീയ ലൈഫ് ഇൻഷുറൻസ് ഏജന്റ് സംഘ് കോഴിക്കോട് LIC ഡിവിഷൻ ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. LIC ഏജന്റുമാർക്ക് തൊഴിൽ സാമൂഹ്യ സുരക്ഷിതത്വം ഉറപ്പാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. BMS സംസ്ഥാന ഉപാധ്യക്ഷൻ K ഗംഗാധരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. LIC ഏജന്റുമാർക്ക് തൊഴിൽ സാമൂഹ്യ സുരക്ഷിതത്വം ഉറപ്പാക്കുക, സ്വകാര്യ വിദേശ കോർപ്പറേറ്റുകളുടെ താൽപര്യത്തിനായി പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികളുടെ പ്രവർത്തനങ്ങൾക്ക് വിലങ്ങിടുന്ന കേന്ദ്ര സർക്കാർ സമീപനം അവസാനിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഭാരതീയ ലൈഫ് ഇൻഷുറൻസ് ഏജന്റ് സംഘ് ദേശവ്യാപകമായി LIC ഡിവിഷൻ ഓഫീസുകൾക്ക് മുന്നിൽ ധർണ നടത്തി. കോഴിക്കോട് നടന്ന ധർണ BMS സംസ്ഥാന ഉപാധ്യക്ഷൻ K ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പരിഷ്കരണം കൊണ്ടുണ്ടായിട്ടുള്ള നേട്ടങ്ങളെ കുറിച്ച് വിശദീകരിക്കുവാൻ മാനേജ്മെന്റ് ബാധ്യസ്ഥരാണ്. ഇന്നുവരെ മാനേജ്മെന്റ് അത് ചെയ്തിട്ടില്ല. BMS ജില്ലാ പ്രസിഡന്റ് ഗിരിജ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി M ഉല്ലാസ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് C രാജൻ, LIC ഡിവിഷൻ സെക്രട്ടറി KC വത്സരാജ്, KV സുരേഷ്, PK ഗോപി, KC കൃഷ്ണദാസ്, പ്രകാശ് നായക്, A അശോകൻ, KC പ്രദീപ് എന്നിവർ ധർണയിൽ സംസാരിച്ചു. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ മേൽശാന്തിയായിരുന്ന ബ്രഹ്മശ്രീ PP പീതാംബരൻ വിരമിച്ചു. ഇനിയുള്ള തന്ത്രിയുടെ സേവനം കോട്ടൂളി ശ്രീ പറമ്പുകാവിലാണ്. ക്ഷേത്രത്തിലെ ഭക്തജനങ്ങൾ പൂർണ്ണകുംഭത്തോടെ PP പീതാംബരനെ കാവിലേക്ക് സ്വീകരിച്ചാനയിച്ചു. കോട്ടൂളി പറമ്പത്ത് കാവിലെയും മറ്റ് നിരവധി ക്ഷേത്രങ്ങളിലെയും തന്ത്രിവര്യനായി സേവനമനുഷ്ഠിച്ചു വരുന്ന ബ്രഹ്മശ്രീ PP പീതാംബരൻ തന്ത്രികൾ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലെ മേൽശാന്തിയായി സുദീർഘകാലത്തെ സേവനത്തിനുശേഷം അവിടെ നിന്നും വിരമിക്കുകയാണ്. വിരമിക്കുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ പ്രവർത്തനം കോട്ടൂളിലെ ശ്രീ പറമ്പത്തുകാവ് ഗുരുമന്ദിരത്തോട് ചേർന്ന തന്ത്രിമഠത്തിൽ താമസിച്ചുകൊണ്ട് സേവനമനുഷ്ഠിക്കാൻ തീരുമാനിച്ചു. ഈ സന്ദർഭത്തിൽ തന്ത്രികളെ ശ്രീ പറമ്പത്തുകാവിലേക്ക് പൂർണ്ണകുംഭത്തോടെ സ്വീകരിച്ച് ആനയിക്കൽ ചടങ്ങ് നടത്തി. ചടങ്ങിൽ സ്വീകരണ കമ്മിറ്റി ചെയർമാൻ തിലകരുണൻ പുൽപ്ര മൂലംവള്ളി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ മോഹൻദാസ് നടുവിൽപ്പാട്ട്, പട്ടേൽ പ്രഭാകരൻ, ആഴ്ചവട്ടം ഗോപാലൻ മാസ്റ്റർ, KK ചിത്തരഞ്ജിതൻ, NK ബാബുരാജ്, M പത്മരാജൻ, C ജനാർദ്ദനൻ നായർ, K രവീന്ദ്രൻ വൈദ്യർ, CP ഉണ്ണിക്കുറുപ്പ് തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. വാർത്തകളിൽ മറ്റൊരിടവേള കൂടി.
കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു കോട്ടൺ ജുഗൽ ബന്ദി. ഇന്ത്യയിലെ ഏറ്റവും വർണ്ണാഭമായ കോട്ടൺ ഉത്സവം. 1000-ലേറെ ഗ്രാമങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ലക്ഷക്കണക്കിന് ശ്രേണികൾ. രജപുത്രാഞ്ജന, മ്യൂറൽ റോയാൽ, മുഗൾ എ ആസം, ദക്ഷിൺ ആൻഡ് ഡെക്കാൻ തുടങ്ങി ഏറ്റവും പുതിയ കോട്ടൺ സാരി കളക്ഷനുകൾ. ഒപ്പം റെഡിമെയ്ഡ് ചുരിദാർ മെറ്റീരിയലുകൾ, കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവയുടെ പുത്തൻ കോട്ടൺ ശ്രേണികളും. കല്യാൺ സിൽക്സ് കോട്ടൺ ജുഗൽ ബന്ദി. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. മുഴുവൻ ഭൂരഹിതർക്കും ഭൂമി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് SDPIയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് നിവേദനം സമർപ്പിച്ചു. എരഞ്ഞിപ്പാലത്തു നിന്നും പ്രകടനമായി ആരംഭിച്ചാണ് പ്രവർത്തകർ കളക്ടറേറ്റിലെത്തിയത്. പ്രതിഷേധ പരിപാടി SDPI ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി മുസ്തഫ കൊമേരി ഉദ്ഘാടനം ചെയ്തു. മുഴുവൻ ഭൂരഹിതർക്കും ഭൂമി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് SDPIയുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർക്ക് നിവേദനം സമർപ്പിച്ചു. എരഞ്ഞിപ്പാലത്തു നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ കളക്ടറേറ്റിലേക്ക് എത്തിയത്. കളക്ടറേറ്റിന് മുൻപിൽ നടന്ന പ്രതിഷേധ യോഗം SDPI ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി മുസ്തഫ കൊമേരി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് CA ഹാരിസ് അധ്യക്ഷനായിരുന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് കരുണാകരൻ വൈദ്യൻ, കുഞ്ഞഹമ്മദ് ഫൈസി, റഷീദ് മായനാട്, ജില്ലാ സെക്രട്ടറി നജീബ തോളി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. 100 കണക്കിന് ഭൂരഹിതരുടെ നിവേദനം ഭാരവാഹികൾ കളക്ടർക്ക് സമർപ്പിച്ചു. നിരോധനം ലംഘിച്ച് ചാലിയാറിൽ മണലൂറ്റ് നടത്തുമെന്ന രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ റെയ്ഡിൽ 4 തോണികൾ പിടിച്ചെടുത്തു. പെരുമണ്ണ അറപ്പുഴ പാലത്തിന് സമീപത്തു നിന്നാണ് തോണികൾ പിടിച്ചെടുത്തത്. ബേപ്പൂർ കോസ്റ്റ് ഗാർഡിന്റെ സഹായത്തോടെ നല്ലളം CI K ചന്ദ്രമോഹൻ, SI G ഗോപകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടത്തിയത്. നിരോധനം ലംഘിച്ച് ചാലിയാറിൽ നടക്കുന്ന മണലൂറ്റ് പോലീസ് പിടിച്ചു. ബേപ്പൂർ കോസ്റ്റ് ഗാർഡിന്റെ സഹായത്താൽ നല്ലളം CI K ചന്ദ്രമോഹൻ, SI G ഗോപകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച പുലർച്ചെ പെരുമണ്ണ അറപ്പുഴ പാലത്തിന് സമീപത്തു നിന്നാണ് 4 തോണികൾ പിടിച്ചെടുത്തത്. തോണികളിലുണ്ടായിരുന്ന മണൽ പുഴയിലേക്ക് തട്ടിക്കളയുകയും തോണിയിലുണ്ടായിരുന്നവർ നീന്തി രക്ഷപ്പെടുകയും ചെയ്തു. സമീപത്ത് മണലെടുത്തുകൊണ്ടിരുന്ന 2 തോണികൾ മണൽ സഹിതം പുഴയിലേക്ക് താഴ്ത്തുകയും ചെയ്തു. നല്ലളം SI G ഗോപകുമാറിനെ ചില തൽപര കക്ഷികളുടെ താൽപര്യത്തിന് വഴങ്ങി സ്ഥലം മാറ്റിയത് വാർത്ത വന്നതോടെയാണ് മണലൂറ്റ് വീണ്ടും തുടങ്ങിയത്. പിടിച്ചെടുത്ത 4 തോണികളിൽ ഒന്ന് പെരുമണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് അഹമ്മദും സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർമാരും ചേർന്ന് പിടികൂടി പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു റെയ്ഡ് നടത്തിയത്. നല്ലളം CI K ചന്ദ്രമോഹൻ, SI G ഗോപകുമാർ, കോസ്റ്റൽ SI ശിവദാസൻ, CPO ബിജു, ASI നാരായണൻ, സുധർമ്മൻ, രഞ്ജിത്ത്, ജയരാജ് KT തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ് നടന്നത്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊയിലാണ്ടി മിനി സിവിൽ സ്റ്റേഷന് മുൻപിൽ ധർണ നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ ധർണ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി മൂരാട് ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പുനഃസംഘടിപ്പിച്ച് ജനകീയ ചെയർമാനെ നിയമിക്കുക, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നിയന്ത്രണാധികാരം സർക്കാർ ഏറ്റെടുക്കുക, തയ്യൽ തൊഴിലാളി അംഗങ്ങൾക്ക് ESI പരിരക്ഷ ഉറപ്പാക്കുക, തയ്യൽ തൊഴിലാളി പെൻഷൻ മിനിമം 1000 രൂപയായി വർദ്ധിപ്പിക്കുക, ക്ഷേമനിധിയിലെ ഡെപ്യൂട്ടേഷൻ അവസാനിപ്പിച്ച് സ്ഥിരം ജീവനക്കാരെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കൊയിലാണ്ടി മിനി സിവിൽ സ്റ്റേഷന് മുൻപിൽ നടന്ന ധർണ AKTA ജില്ലാ സെക്രട്ടറി മൂരാട് ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. P ജനാർദ്ദനൻ, MP നാണു, TM കുഞ്ഞിക്കണാരൻ, MB കേളുക്കുട്ടി, KP പത്മിനി എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. ഞങ്ങൾക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് വിരോധവും അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് വിരോധവുമില്ല. കോഴിക്കോട് സിവിൽ സ്റ്റേഷന് മുൻപിൽ നടന്ന മാർച്ചും ധർണയും AKTA ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് EK വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ ഇടയിൽ തയ്യൽ തൊഴിലാളികൾ ഏറ്റവും വലിയ കൂലി വാങ്ങുന്ന ഒരു വിഭാഗമാണ്. T കരുണൻ, EK രാമദാസൻ, TM പത്മിനി, M പുരുഷോത്തമൻ, MP ബാബുരാജ്, P ബാബു, M കമലാക്ഷി, M സുകുമാരി എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. കോഴിക്കോട് ഗാന്ധി റോഡ് സെന്റ് ജോസഫ് LP സ്കൂളിന്റെ 70ാം വാർഷികം ആഘോഷിച്ചു. ചടങ്ങിൽ മെത്രാൻ വർഗീസ് ചക്കാലക്കലിന് സ്വീകരണം നൽകി. ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മെത്രാൻ വർഗീസ് ചക്കാലക്കൽ നിർവഹിച്ചു. കോഴിക്കോട് ഗാന്ധി റോഡിലെ സെന്റ് ജോസഫ് LP സ്കൂളിന്റെ 70ാം വാർഷികവും കോഴിക്കോട് മെത്രാൻ വർഗീസ് ചക്കാലക്കലിന് സ്വീകരണവും നൽകി. സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടികൾ മെത്രാൻ വർഗീസ് ചക്കാലക്കൽ ഉദ്ഘാടനം ചെയ്തു.
ചടങ്ങിൽ സ്കൂളിൽ നിന്നും വിരമിക്കുന്ന മുഹസിൻ മാസ്റ്റർക്ക് യാത്രയപ്പും നൽകി. കോർപ്പറേറ്റ് ജനറൽ മാനേജർ ഫാദർ തോമസ് പനക്കൽ, പ്രധാനാധ്യാപിക റോള, ഡോക്ടർ അലോഷ്യസ് കുളങ്ങര, ചന്ദ്രൻ, അബ്ദുൽ കരീം, അഗത, സൗദ, വത്സമ്മ, ആന്റണി അലക്സ് എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. ഉത്സവ വാർത്തകൾ. ബേപ്പൂർ, നടുവട്ടം, വെള്ളായിക്കോട് ശ്രീ ഭഗവതി ക്ഷേത്രം തിര താലപ്പൊലി മഹോത്സവം വിവിധ പൂജാതി കർമ്മങ്ങളോടെ വിപുലമായി ആഘോഷിച്ചു. പട്ടാമ്പി അണ്ടലാടി തന്ത്രി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, ശുദ്ധി കലശവും നടന്നു. തുടർന്ന് കരുമകൻ, നാഗകാളി, ഭഗവതി, ഇട്ടിക്കുറുമ്പി, രക്തേശ്വരി, കരിങ്കാളി, ഗുളികൻ, വെള്ളാട്ട് തിറകളും നടന്നു. താലപ്പൊലി മഹോത്സവത്തിൽ നിരവധി ഭക്തർ സംബന്ധിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് മാർച്ച് 8-ന് അലയൻസ് ക്ലബ് ഇന്റർനാഷണൽ കാലിക്കറ്റ് മിത്രയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് പൊറ്റമ്മൽ കൊക്കൂരി ഇൻസ്റ്റിറ്റ്യൂട്ട് പരിസരത്ത് വെച്ച് സെമിനാറും സൗജന്യ സ്ത്രീ ജന്യരോഗ വന്ധ്യതാ നിർണയ ക്യാമ്പും സംഘടിപ്പിക്കുന്നു. സെമിനാറിൽ മാനസിക സംഘർഷം, സ്ത്രീപക്ഷ വീക്ഷണം എന്ന വിഷയത്തിൽ എഴുത്തുകാരി ഡോക്ടർ MD രാധിക, വന്ധ്യതയും മാനസിക സംഘർഷവും എന്ന വിഷയത്തിൽ ഡോക്ടർ VK ശിവദാസ്, മാനസിക സംഘർഷം എങ്ങനെ അതിജീവിക്കാം എന്ന വിഷയത്തിൽ സൈക്കോളജിസ്റ്റ് നിമ്മി മൈക്കിൾ എന്നിവർ സംസാരിക്കും. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട് പ്രാദേശിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനത്തോടനുബന്ധിച്ച് മാർച്ച് 7-ന് പുസ്തക പ്രകാശനവും പ്രഭാഷണവും സംഘടിപ്പിക്കും. കോഴിക്കോട് സ്പോർട്സ് കൌൺസിൽ ഹാളിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ് ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ P ഗീതയുടെ സീതയിലെ സീത, ഡോക്ടർ ഷാജഹാന്റെ രചനാസ്തംഭനം, ഡോക്ടർ EK സീനയുടെ പ്രതിരോധ സംസ്കാരം, സിദ്ധാന്തവും പ്രതിരോധം എന്നീ പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യുന്നത്. നാഷണൽ കോളേജ് ഓഫ് കറസ്പോണ്ടൻസ് 30ാം വാർഷികം മാർച്ച് 9-ന് ടാഗോർ സെന്റിനറി ഹാളിൽ ആഘോഷിക്കും. ഡോക്ടർ PA ഫസൽ ഗഫൂർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത പിന്നണി ഗായകൻ നജീം അർഷാദും സംഘവും അവതരിപ്പിക്കുന്ന സംഗീത വിരുന്നും ഉണ്ടായിരിക്കുമെന്ന് മാനേജിംഗ് ഡയറക്ടർ അഡ്വക്കേറ്റ് PM രമേശ് ബാബു പറഞ്ഞു. ദുബായിൽ നിന്നും നിയമപ്രകാരം കൊണ്ടുവന്ന 1 കിലോഗ്രാം സ്വർണം ഡ്യൂട്ടി അടയ്ക്കാൻ സമ്മതിക്കാതെ കസ്റ്റംസ് ഓഫീസർ പിടിച്ചെടുത്ത് തന്നെ കള്ളക്കടത്തുകാരനാണെന്ന് മുദ്രകുത്തിയത് മറ്റാരെയോ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണെന്ന് പയ്യന്നൂർ സ്വദേശി ഇസ്മയിൽ KV വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 6 മാസം തുടർച്ചയായി വിദേശത്തുള്ളവർക്ക് 1 കിലോഗ്രാം സ്വർണം കൊണ്ടുവരാമെന്ന് നിയമമുണ്ട്. താൻ 1 വർഷം കഴിഞ്ഞാണ് നാട്ടിലേക്ക് വരുന്നത്. സ്വർണം ഡ്യൂട്ടി അടച്ച് കൊണ്ടുവരാൻ തുനിഞ്ഞ തന്നെ കസ്റ്റംസിലെ ജോസ് എന്ന ഓഫീസർ മനഃപൂർവ്വം കള്ളനാക്കിയെന്നും ഇക്കാര്യത്തിൽ നീതി ലഭിക്കണമെന്നും ഇസ്മയിൽ പറഞ്ഞു. മലബാർ മൂവി ഫെസ്റ്റിവൽ മാർച്ച് 7, 8, 9 തീയതികളിൽ കൊയിലാണ്ടി ദ്വാരക തിയേറ്ററിൽ നടക്കും. പ്രഗത്ഭ സംവിധായകരും അഭിനേതാക്കളും സാങ്കേതിക വിദഗ്ധരും പങ്കെടുക്കും. മൂവി ഫെസ്റ്റിവലിൽ സെമിനാർ, പുസ്തക സമർപ്പണം, ഓപ്പൺ ഫോറം, പബ്ലിക് സ്ക്രീനിംഗ്, ഫോട്ടോ, ചിത്ര, പുസ്തക പ്രദർശനം തുടങ്ങിയവയും നടക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഷീല ദീക്ഷിതിനെ കേരള ഗവർണറായി നിയമിക്കാൻ തിടുക്കം കാണിക്കുന്നത് അഴിമതി കേസുകളിൽ നിന്നും സംരക്ഷിക്കാനാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള. മലയോര ജനതയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് യാതൊരു ആശങ്കയും വേണ്ടെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. പ്രശ്നത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയെന്നും സുധീരൻ. ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെതിരെ പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതിയുടെ കളക്ടറേറ്റ് ഉപവാസം അവസാനിപ്പിച്ചു. തീരുമാനം തിരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തെ തുടർന്ന്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.